ആപത്തുകൾ രോഗങ്ങളും നഷ്ടങ്ങളും എന്നെ ജയിക്കയില്ല. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. എന്റെ അധ്വാന ഫലം ഞാൻ തന്നെ അനുഭവിക്കും. ഞാനും എൻ കുടുംബവുമോ യേശുവെ ആരാധിക്കും. തൻ വചനം അനുസരിക്കും, മാതൃകയായി ജീവിക്കും. ഞാനും എൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 20-ാമത് വാക്യം, ദുഷ്ടൻ ജീവപര്യന്തം അതിവേദനയോടെ ഇരിക്കുന്നു എന്ന വാക്കാണ്. തിന്മ പ്രവർത്തിക്കുന്നവരുടെ, അനീതി പ്രവർത്തിക്കുന്നവരുടെ, ദുഷ്ടത പ്രവർത്തിക്കുന്നവരുടെ ജീവകാലം സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ എന്നും വേദനകളും നൊമ്പരങ്ങളുമായിരിക്കും അവരുടെ കൂടപ്പിറപ്പായി കൂടെയുള്ളത് എന്ന വാക്കുകളാണ്. ദൈവത്തിൻ്റെ തിരുവചനം നാം പരിശോധിച്ചു നോക്കിയാൽ, ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മെസപ്പൊത്യോമിയിലെ ഊരിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച അബ്രഹാമിനോട് കൂടെയാണ് ലോത്ത് ഉണ്ടായിരുന്നത്. അബ്രഹാം നീതിയോടും നിഷ്കളങ്കതയോടും പരമാർത്ഥതയോടും കൂടെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും നന്മകൾ കൊയ്യുവാനും പലതും കൈവശപ്പെടുത്തുവാനും പരിശ്രമിക്കുന്ന തിന്മ നിറഞ്ഞ വഴിത്താരകളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. എന്നാൽ ലോത്തിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിനോട് ചെയ്തതായ തിന്മകൾക്കും അർഹതയില്ലാത്തതും അവകാശമില്ലാത്തതുമായ നന്മകളൊക്കെ പിടിച്ചെടുത്തതിനും ആ നിലകളിൽ ഉന്നതനാകുവാൻ പരിശ്രമിക്കുന്നതിനുമൊക്കെ ഉത്തരമായി ലഭിക്കപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ, താൻ മാത്രമല്ല, താൻ നേടിയെടുത്തതെല്ലാം നഷ്ടപ്പെട്ട് ആ പട്ടണം തകർന്നു വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ട് താൻ ജീവന് വേണ്ടി ഓടുന്നതായ ദൃശ്യം കാണുകയാണ്. എത്തേണ്ട ഇടത്ത് എത്തിച്ചേർന്നപ്പോൾ തന്നോട് കൂടെ ഉണ്ടാകും എന്ന് കരുതിയ തൻ്റെ ഭാര്യ നഷ്ടപ്പെട്ട് നിൽക്കുന്നതായ ഒരു ലോത്തിനെ അവിടെ കാണുന്നുണ്ട്. ലോത്തിൻ്റെ കുടുംബം ഈ തലത്തിൽ തകർന്നു പോകുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, തലമുറകൾ അരുതാത്തത് പ്രവർത്തിച്ചതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, താൻ ദൈവത്തെ വിട്ട് തിന്മകളും ദുഷ്ടതകളും പ്രവർത്തിപ്പാനിടയായിത്തീർന്നു എന്നുള്ളത് ആ തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. ഇയ്യോബും ഓർമ്മപ്പെടുത്തുന്നത്, തിന്മ പ്രവർത്തിക്കുന്നവർ, അനീതി പ്രവർത്തിക്കുന്നവർ, ദുഷ്ടത പ്രവർത്തിക്കുന്നവർ അവരുടെ ജീവിത കാലഘട്ടം മുഴുവനും പരിശോധിച്ചു നോക്കിയാൽ ഒരല്പകാലം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാലമാകുന്നു എങ്കിലും പിന്നത്തേതിൽ വരുന്ന കാലഘട്ടം വേദനകളുടെയും ദുഃഖങ്ങളുടെയും നഷ്ടങ്ങളുടെയും നാശങ്ങളുടെയും ഒക്കെ കാലഘട്ടമായി തീരുമെന്ന് കൃത്യമായ തലത്തിൽ നിങ്ങൾ ഓർത്തുവെക്കണം എന്നുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്, നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദുഷ്ടത കൈമുതലാക്കിക്കൊണ്ട് മുൻപോട്ടു പോവുകയും ജീവകാലം മുഴുവൻ അതിവേദനയിൽ ജീവിച്ചവസാനിക്കുകയും ചെയ്യുന്നവരായിട്ടല്ല, നന്മ പ്രവർത്തിച്ചുകൊണ്ട് ദൈവത്തോട് കൂടെ വസിക്കുകയും സന്തോഷവും ദിവ്യമായ ദൈവിക സമാധാനവും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതകാലത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നാം നടന്നു നീങ്ങുന്നവരാകണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നതാണ്.
നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിപ്പാൻ ദുഷ്ടത വിട്ട് നീതി പ്രവർത്തിക്കുന്നവരായി തീരുവാൻ നമുക്ക് ഉത്സാഹിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ തിന്മ പ്രവർത്തിച്ച് വേദനയിൽ ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുകയല്ല, ഞങ്ങൾ നന്മ പ്രവർത്തിച്ച് ദൈവത്തിൽ സമാധാനമുള്ളവരായിരിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.